ചേർത്തലയിലെ തിരോധാന കേസുകളിൽ DNA പരിശോധനാ ഫലം ഇന്ന് വരാൻ സാധ്യത. പ്രതി സെബാസ്റ്റ്യന്റെ നിസ്സഹകരണത്താൽ വഴിമുട്ടിയ അന്വേഷണത്തിന് സഹായകമാകുന്നതായിരിക്കും ഈ പരിശോധനാ ഫലം. ജൈനമ തിരോധാന കേസിന് പിന്നാലെ സെബാസ്റ്റ്യന്റെ വീടിന് പരിസരത്ത് നിന്ന് കണ്ടെത്തിയ അസ്ഥികളുടെ പരിശോധനാ ഫലമാണ് ഇന്ന് ലഭിക്കുന്നത്. സർവത്ര ദുരൂഹമായിരുന്നു സെബാസ്റ്റ്യന്റെ ഇടപാടുകൾ. മാത്രവുമല്ല, അതിന് പിന്നാലെ 2006-നും 2024-നും ഇടയിലുണ്ടായ 3 തിരോധാന കേസുകളും. എന്നാൽ കഴിഞ്ഞ 6 ദിവസത്തോളം കസ്റ്റഡിയിലുണ്ടായിട്ടും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഏതെങ്കിലും ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനും ക്രൈംബ്രാഞ്ച് സംഘത്തെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവരെ നിരാശരാക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ഈ ജൈനമ തിരോധാന കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിട്ടും ഒരു തരത്തിലുള്ള തെളിവുകളും കണക്ട് ചെയ്യാൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പള്ളിപ്പുറത്തെ 2.5 ഏക്കർ വരുന്ന സെബാസ്റ്റ്യന്റെ വീടും പുരയിടവും കുഴിച്ചു നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ അസ്ഥികളുടെ DNA പരിശോധനാ ഫലം ഇന്ന് വരുന്നത്. ഇത് കേസന്വേഷണത്തെ സംബന്ധിച്ച് നിർണായക തുമ്പായി മാറും. കാരണം ഈ DNA പരിശോധനാ ഫലത്തിൽ ഏതെങ്കിലും തരത്തിൽ ജൈനമ്മ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പോസിബിലിറ്റി, ബിന്ദു പത്മനാഭനോ അതല്ലെങ്കിൽ ഐശയോ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത കച്ചിത്തുരുമ്പാണ്. ഏതായാലും ആ DNA പരിശോധനാ ഫലത്തിന് വേണ്ടി കാക്കുകയാണ്